അസ്സലാമു അലൈക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. വെള്ളിയാഴ്ച നമ്മൾ ഓതിൽ സുന്നത്തുള്ള 3 സൂറത്തുകളാണുള്ളത്. ഒന്ന് സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ ജുമുഅ, സൂറത്തുൽ ദുഖാൻ. ഈ 3 സൂറത്തുകളും നമ്മൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തിന് മുമ്പ് ഓതാൻ ശ്രമിക്കുക. അതുപോലെ ഒരു ദിക്ർ ചൊല്ലുക. അതായത് ദിക്ർ പ്ലസ് ദുആ ആണത്. അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബി ഫളിക അമ്മൻ സിവാക്. ആ ഒരു ദുആ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ആ ദുആ 70 പ്രാവശ്യം നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലും അതേപോലെ സമ്പത്തിലും ബർക്കത്തുണ്ടാകും കേട്ടോ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. വേറൊരു അറിവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം നമ്മൾ അറിഞ്ഞ് നിസ്കരിക്കുകയാണ് അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ഉണ്ടാവും, ശ്രദ്ധ പോവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഈവൻ സൂറത്തുൽ ഫാത്തിഹ മാത്രമല്ല, അതിലുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അർത്ഥം അറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിലോട്ട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞ് ചൊല്ലുക. അതിലേറ്റവും അതിലുള്ളൊരു ഫർലായിട്ടുള്ളൊരു കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതകളും പറയുന്നുണ്ട്, അതേപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കാൻ നോക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടാവാം. ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാൻ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരുത്താം. അതുപോലെ നിങ്ങളും ഈ അർത്ഥം മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുക കേട്ടോ. സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ അർത്ഥം തന്നെയുണ്ട്. ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. നമ്മൾ അത് സ്ട്രെയിറ്റ് പാത്തിലാക്കും, നമ്മളുടെ നോളേജ് കൂട്ടും, അതുപോലെ തന്നെ എല്ലാ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കും ആ സൂറത്തുൽ ഫാത്തിഹ. അതുപോലെ തന്നെ നമുക്ക് ഈമാൻ ശക്തി കൂടും, അതുകൊണ്ട് തന്നെ പിശാചിൽ നിന്നുള്ള രക്ഷ ഉണ്ടാവും. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകത. നമുക്ക് ആ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറിലോട്ട്, അതായത് അർത്ഥത്തിലോട്ട് കിടക്കാം കേട്ടോ. ഇതിൽ നമുക്ക് ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്ത്, ഫാത്തിഹയുടെ മാത്രമല്ല ബാക്കി എല്ലാ സൂറത്തുകളിലും നമ്മൾ തുടങ്ങുമ്പോൾ ഒന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ഫാത്തിഹയിൽ മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ചൊല്ലേണ്ട ഒരു ഇതാണ്. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാൻ, കാരുണ്യവനും, അർ റഹീം, കരുണാനിധിയുമായ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാ കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് 8ാം ക്ലാസ്സിലാണ് തോന്നുന്നത്. 8ാം ക്ലാസ്സിൽ അറബിക് ക്വിസിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചായിരുന്നു, ഖുർആനിലെ ഏറ്റവും ആവർത്തിക്കപ്പെട്ട ആയത്ത് ഏതാണെന്നുള്ളത്. ഞാനത് എഴുതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതായിരുന്നു. അത് പക്ഷേ ഉത്തരം ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ, റഹ്മാനിലുള്ള അതായിരുന്നു ഏറ്റവും ആവർത്തിക്കപ്പെട്ട ആയത്ത്. സോ ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൻ്റെ അർത്ഥം റഹ്മാനും റഹീമുമായ, കാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. പിന്നെ അൽഹംദുലില്ലാ, അള്ളാഹു, സർവസ്തുതിയും അള്ളാഹുവിനാണ്. റബ്ബിൽ ആലമീൻ, ഈ ലോകത്തിൻ്റെ മൊത്തം രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അർ റഹ്മാനിർ റഹീം, കാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹു. മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യുകയും നിന്നോട് മാത്രം ഞാൻ കാവലിനെ ചോദിക്കുകയും ചെയ്യുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നമ്മളെ സന്മാർഗത്തിലാക്കണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, സിറാത്വ എങ്ങനത്തെ മാർഗമാണ്, അല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, നീ കോപിക്കാത്തവരുടെ കൂട്ടത്തിൽ. വലല്ലീൻ, നീ ശപിക്കാത്തവരുടെ കൂട്ടത്തിൽ. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇത് തഫ്സീർ, ഇത് പരിഭാഷ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. ബട്ട് നമുക്ക് ആ നിസ്കാരത്തിൽ അതിൻ്റെ കൂടെ ചിന്തിക്കാൻ പറ്റുന്ന അർത്ഥങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, അത് മനസ്സിലാക്കി ഓതാൻ ശ്രമിക്കുക കേട്ടോ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ലൂബി അലൈഹിം വലല്ലീൻ, ഇത് നമ്മൾ കൂട്ടിയാണ് ഓതേണ്ടത്. അപ്പോൾ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിലും ആക്കുകയും നീ ശപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും നീ കോപിക്കുന്നവരുടെ കൂട്ടത്തിലും ഞങ്ങൾ ആക്കാതിരിക്കുകയും ചെയ്യണമെന്നാണ് ലാസ്റ്റത്തെ ആയത്തിൻ്റെ അർത്ഥം. സോ ഇത് മനസ്സറിഞ്ഞ് നിങ്ങൾ നിസ്കാരത്തിൽ
പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പാവും. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ സുന്നത്തായ ഒരു കാര്യമാണ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം സ്വലാത്ത് ചൊല്ലാൻ നോക്കുക. അതുപോലെ ഇന്നത്തെ സ്വലാത്ത് നബിയുടെ അടുത്തായിട്ട് നേരിട്ട് അങ്ങോട്ട് തന്നെ നബിയിലോട്ട് എത്തും. മറ്റേ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തൊക്കെ അള്ളാഹുവിലെത്തി, അള്ളാഹുവിൽ നിന്ന് നബിയിലോട്ടെത്തി അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇന്നത്തെ സ്വലാത്ത് നേരിട്ട് നബിയിലോട്ട് എത്തുന്ന രൂപത്തിലുള്ള സ്വലാത്താണ്. സോ നിങ്ങൾ മാക്സിമം ഇന്ന് സ്വലാത്ത് ചൊല്ലാൻ നോക്കുക. പിന്നെ വേറൊരു സ്വലാത്ത് എന്ന് പറഞ്ഞത്, ആ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരു 6 ലക്ഷം സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ 6 ലക്ഷം സ്വലാത്ത് ചൊല്ലിയ കൂലിയാണ്. ഒരു 15 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്സ് ഒക്കെ വരുള്ളൂ. സോ നിങ്ങളത് ചൊല്ലാൻ നോക്കുക. പ്രത്യേകിച്ച് ഇന്ന് ചൊല്ലാൻ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു സ്വലാത്ത് ചൊല്ലാൻ നോക്കുക. ആ സ്വലാത്തിൻ്റെ പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആ സ്വലാത്ത് ഇങ്ങനെയാണ്: സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമ ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അളീം. നമുക്കെല്ലാവർക്കും ഒരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഈ ഒരു സ്വലാത്ത് നമ്മളിപ്പോൾ 3 പ്രാവശ്യം ചൊല്ലി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഈ പറയുന്ന അറിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് അന്ത്യനാളിൽ നമുക്ക് ഉപകാരം ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇതെല്ലാം ഒരു നല്ലൊരു അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇൻഷാ അള്ളാഹ് ഞാനും ചെയ്യാൻ നോക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.